തെരഞ്ഞെടുപ്പ് ഫലം വന്ന 6 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ആരെന്നതിൽ കോൺഗ്രസിൽ തീരുമാനമായില്ല. വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ നിലപാട് നിർണായകമാകും. ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തരെന്നാണ് കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണം. ചർച്ച നീണ്ടതിൽ ജനമനസ്സിൽ അതൃപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെൻലാബ്ദിൻ, ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് എന്നിവർ ചേരുകയാണ്. ധനസുമോദിലേക്ക്. ധനസുമോദ്, തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നതേയുള്ളൂ. അത് എപ്പോഴുണ്ടാകും എന്നത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? ഇന്നോ നാളെയോ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകില്ലേ? നാളെയോ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നേതാക്കന്മാരിൽ എത്തിയിരുന്നവർ പോയിരിക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരത്തെ ഇതിനകം തന്നെ വി.ഡി. സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവർ പോയിരുന്നു. ഇനി സോണിയാഗാന്ധിക്കാണ് ഈ തീരുമാനം പൂർണ്ണമായിട്ട് വിട്ടിരിക്കുന്നത്. സോണിയാഗാന്ധി അന്തിമമായി തീരുമാനിക്കട്ടെ. സോണിയാഗാന്ധി തീരുമാനിച്ചാൽ അതൊരു എതിർപ്പ് കൂടാതെ സർവാത്മന ഇക്കാര്യത്തിൽ സ്വീകരിക്കാം എന്ന നിലപാട് തന്നെയാണ് നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. അന്തിമമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നോ നാളെയോ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. ശരി ശരി സേഫ് കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സേഫ, ചർച്ച കഴിഞ്ഞു, ഇനി ഒരു അന്തിമ പ്രഖ്യാപനമാണ് വേണ്ടത്. ഇപ്പോഴും ഒരു അനുകൂല തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണോ മൂന്ന് പക്ഷവും ഉള്ളത്? അതെ ദിവ്യ, മൂന്ന് പേരും ഒരേ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഒരു പക്ഷേ അത് നാളത്തേക്ക് ആ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാവില്ല, നാളെ രാവിലെയോടുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൂന്ന് പക്ഷ നേതാക്കന്മാരുമായിട്ടും സംസാരിക്കുമ്പോഴും, അത് മൂന്ന് പക്ഷത്തെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴും അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വി.ഡി. സതീശൻ വലിയ സന്തോഷത്തിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഇത്തവണയുള്ള ടേക്ക് അതിനെ ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. കെ.സി. വേണുഗോപാലാണെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട്, എം.എൽ.എമാരുടെ പിന്തുണയുണ്ട് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എം.എൽ.എമാരുടെ എണ്ണം നോക്കാതെയാണ് ഹൈക്കമാൻഡ് കാര്യങ്ങൾ പരിഗണിച്ചത് എന്നുള്ള നിലപാട് അദ്ദേഹവും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്തെ അവസാന വാക്കായി വരുന്നത് സോണിയാഗാന്ധി തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. സോണിയാഗാന്ധിയുടെ വാക്കിനാണ് ഇനിയിപ്പോൾ അതിനകത്ത് തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. പക്ഷേ നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ വി.ഡി. സതീശൻ, ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി പരിഗണിക്കുന്നത് കൊണ്ട് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു. ദിവ്യ, ശരി ശരി എന്തായാലും സോണിയാഗാന്ധിയുടെ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ നിർണായകമാകാൻ പോകുന്നത്. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒരിക്കൽ കൂടി തേടും. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. വിവരങ്ങളാണ് ധനസുമോദും സേഫ് സെൻലാബ്ദിനും നൽകിയത്.